ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. ഇന്ന് പുറത്തു വന്ന ഒരു സർവേ ഫലത്തെ ആസ്പദമാക്കിയാണ് വിഷയത്തിലേക്ക് വരുന്നത്. വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പത്ത് വ്യവസ്ഥയാണ് നമ്മുടേത്. നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. പക്ഷേ ഇവിടെ ഒരു അന്തരം രൂപപ്പെടുകയാണ്. ആ അന്തരത്തെ കുറിച്ചാണ് ഇന്ന് ഒരു സർവേ നടന്നതും ആ സർവേയുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന വിവരങ്ങൾ. സമ്പന്നൻ കൂടുതൽ സമ്പന്നതയിലേക്കും ദരിദ്രൻ കൂടുതൽ ദാരിദ്ര്യത്തിലേക്കോ അല്ലെങ്കിൽ നിർജീവമായി നിൽക്കുന്ന അവസ്ഥയിലേക്കോ മാറുന്ന ഒരു പ്രതിഭാസമാണ് ഇത്. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ സംജാതമായിരിക്കുന്നത് സാമ്പത്തിക ശേഷിയുള്ളവരുടെ മാത്രം വാങ്ങൽ ശേഷിയെ ത്വരിതപ്പെടുത്തുന്നത് മൂലം ഇന്ത്യയിലെ വീടുകളുടെ വില പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ഉയരുമെന്നാണ് പ്രോപ്പർട്ടി വിദഗ്ധരുടെ ഇടയിൽ പ്രമുഖ മാധ്യമ സ്ഥാപനമായ റോയിട്ടേഴ്സ് നടത്തിയ ഒരു സർവേ ഫലം സൂചിപ്പിക്കുന്നത്. ഇതാണ് ഈ വിഷയം. കാരണം സമ്പന്നൻ കൂടുതൽ സമ്പന്നതയിലേക്കും ദരിദ്രൻ കൂടുതൽ ദാരിദ്ര്യത്തിലേക്കും പോവുകയാണ്. എന്നാൽ സമ്പത്ത് കേന്ദ്രീകരിക്കുന്നു എന്നാണ് ഈ വിഷയത്തെ കുറിച്ച് ചുരുക്കി പറഞ്ഞാൽ മനസ്സിലാവുക. സമ്പത്ത് ഏകദേശം ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. കുറച്ചൊരു പേരുടെ കയ്യിൽ സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന ഒരു അസാധാരണ പ്രതിഭാസമാണിത്. സാധാരണക്കാരന് താങ്ങാവുന്ന വിലയിൽ സ്ഥലമോ അല്ലെങ്കിൽ വീട് അടക്കമുള്ള പ്രോപ്പർട്ടിയോ ലഭിക്കാത്ത ഒരു അവസ്ഥ സംജാതമാവുകയും വാടക വീടുകളിൽ അഭയം തേടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥ ആദ്യം നഗരങ്ങളിലും സംജാതമായി തുടങ്ങിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇപ്പോൾ നഗരവൽക്കരിക്കപ്പെടുന്ന നമ്മുടെ സംസ്ഥാനം കേരളത്തിൽ കൂടുതൽ നഗരവൽക്കരിക്കപ്പെടുകയാണല്ല. കേരളം പോലത്തെ തന്നെ സംസ്ഥാനങ്ങളിൽ ഇത് പെട്ടെന്ന് ബാധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം നഗരവൽക്കരിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. കാരണം എല്ലാ സ്ഥലവും ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് നഗരവൽക്കരിക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇത് എത്രയും പെട്ടെന്ന് കൂടുതൽ സമയമെടുക്കാതെ തന്നെ ഇത് ബാധിക്കും എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമ്മുടെ അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങിയ ഇപ്പോഴത്തെ പ്രശ്നം നടക്കുന്ന നേപ്പാൾ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഈ പ്രതിഭാസം ആദ്യം മുതലേ ഉണ്ട്. അവർക്കൊന്നും ഒരു നഗരത്തിൽ ഒരു വീടോ ഒന്നും വാങ്ങാൻ സാധ്യമല്ല. നല്ല ഗ്രാമങ്ങളിൽ, ഉൾഗ്രാമങ്ങളിൽ പോയാൽ മാത്രമാണ് ഒരു പ്രോപ്പർട്ടി വാങ്ങുവാൻ ഒരു സാധാരണക്കാരന് സാധിക്കുന്നത്. അത് അവിടെ ഈ പ്രതിഭാസം അവിടെ തുടങ്ങിയിട്ട് വർഷങ്ങളായി. നഗരങ്ങളിൽ ചെറുകിട സമ്പത്തുള്ളവർക്ക് പോലും ഒരു ഭവനം സ്വന്തമാക്കുവാൻ അവിടെ സാധിക്കാത്ത അവസ്ഥയാണ്. അത്രയും വിലയാണ്. ഈ അവസ്ഥ സമ്പത്ത് കേന്ദ്രീകരിക്കുന്നത് മൂലമാണ് സംജാതമാകുന്നത്. നല്ല ഇത് ഗ്രാമങ്ങളിലേക്കും പകരും. ഇതാണ് ഈ ഒരു അവസ്ഥ. ഇപ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ, ഗ്രാമങ്ങളിൽ സ്ഥലത്തിന്റെ വില പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണല്ലോ. അത് സാധാരണക്കാരന്റെ വാങ്ങൽ ശേഷിയെ ബാധിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. മേൽപ്പറഞ്ഞ സൂചിപ്പിച്ച ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അവിടെ സ്ക്വയർ ഫീറ്റിന്റെ വിലയാണ് പറയാറുള്ളത്. സ്ഥലത്തിന് സ്ക്വയർ ഫീറ്റിന്റെ വിലയാണ്. അത്രയും വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ആ രാജ്യങ്ങളിലൊക്കെ നഗരങ്ങളിൽ കാണുന്നത്. അവിടെയൊക്കെ ഒരു സാധാരണക്കാരന് സ്ഥലം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാമത്തിലൊഴികെ മറ്റൊന്നും അവർക്ക് സ്ഥലം ലഭിക്കുകയില്ല എന്നൊരവസ്ഥയാണ്. ഉദാഹരണത്തിന് നഗരപ്രദേശങ്ങളിലേക്ക് ജോലി കണ്ടെത്തി അങ്ങോട്ട് പറിച്ചു നടപ്പെടുന്ന ആളുകൾ ആയുഷ്കാലം മുഴുവൻ വാടകയിൽ തന്നെ തുടരേണ്ടി വരും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ പ്രതിഭാസം ഇപ്പോൾ തന്നെ നമ്മുടെ നഗരങ്ങളിൽ കാണപ്പെടുന്നതാണ്. ഏഷ്യയിലെ തന്നെ മൂന്നാമത്തെ വലിയ സമ്പത്ത് വ്യവസ്ഥയാണ് നമ്മുടേത്. 140 കോടി ജനസംഖ്യയും നമുക്കുണ്ട്. എന്നാൽ ജനസംഖ്യയുടെ ചെറിയൊരു വിഭാഗം മാത്രം കൂടുതലായി നേട്ടങ്ങൾ പിടിച്ചെടുക്കുന്നു എന്നും ഇത് വലിയ വിഭാഗം തൊഴിലന്വേഷകരെ നിരാശപ്പെടുത്തുന്നു എന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഈ അസമത്വം കൂടുതൽ ബാധിക്കുക ഭവന നിർമ്മാണ മേഖലയിലാണ് എന്നതിൽ തർക്കമില്ല. ഒരു 5 വർഷം മുന്നോട്ട് പോകുമ്പോഴേക്കും ഈ അസമത്വം കൂടുകയും സാധാരണക്കാരന് വാങ്ങൽ ശേഷി കുറയുകയും ചെയ്യും. ഈ വസ്തുത സമ്പന്നരുടെ കയ്യിൽ
കുന്നുകൂടും, കേന്ദ്രീകൃതമായി മാറും എന്നതിൽ തർക്കമില്ല. അസമത്വം വർദ്ധിക്കുകയും സാധാരണക്കാരന് വാങ്ങാൻ പറ്റാത്ത അവസ്ഥ കൂടുതലും വാങ്ങൽ ശേഷിയിലും പ്രതിസന്ധി തന്നെയാണ് ഇനി വരാനുണ്ടാവുക. ഒരു പ്രതിഭാസമാണിത്, ഒരു പ്രത്യേക പ്രതിഭാസമാണ്. നഗരവൽക്കരണം പരിധി വിടുമ്പോൾ അതിനെ പിടിച്ചു നിർത്തേണ്ടത് ശക്തമായ നിയമം മൂലം തടയേണ്ടതുമാണ്. അതാണ് ഇതിനൊരു പരിഹാരം. കേന്ദ്രീകൃത ബാങ്കുകളുടെ ഒക്കെ ഇടപെടലും ഇതിനൊരു പരിഹാരമായിരിക്കും എന്നാണ് ഈ വിദഗ്ധരുടെ ഒക്കെ അഭിപ്രായം. സാധാരണക്കാരന് സ്ഥലം വാങ്ങാനോ വീട് വെക്കാനോ ഇനി വലിയ ഒരു എമൗണ്ട് വേണ്ടിവരും എന്നാകുമ്പോൾ സാധാരണക്കാരന് അത് പ്രാപ്തമല്ലാത്ത ഒരു അവസ്ഥ സംജാതമാവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നഗരവൽക്കരണം പരിധി വിട്ടു കഴിഞ്ഞാലും ബുദ്ധിമുട്ട് തന്നെയാണ് എന്ന് പറയുന്നത്. ആ ഒരു പ്രതിഭാസം തന്നെയാണ് ഇപ്പോൾ ഈ സർവേയിൽ കൂടി, ഈ റോയിറ്റേഴ്സ് നടത്തിയ സർവേയിൽ കൂടി പുറത്തു വന്നിരിക്കുന്ന പ്രോപ്പർട്ടി ബിസിനസ് നടത്തുന്ന ആളുകളുടെ ഇടയിൽ നടത്തിയ ഈ സർവേ ഫലത്തിൽ പുറത്തു വന്നിരിക്കുന്ന ഈ വിവരം. അതുകൊണ്ട് തന്നെ ശക്തമായ ഇടപെടലുകൾ ബന്ധപ്പെട്ട ഗവൺമെന്റുകളൊക്കെ നടത്തി ഒരു പിടിച്ചു നിർത്തൽ ഒരു ആവശ്യമാണ് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമ്പത്ത് കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ സമ്പന്നൻ കൂടുതൽ സമ്പന്നതയിലേക്കും ദരിദ്രൻ കൂടുതൽ ദാരിദ്ര്യത്തിലേക്കും നിർജീവമായി നിൽക്കുന്ന അവസ്ഥയിലേക്കും എത്തപ്പെടും. അത് ഒരു പരിധി വരെ പിടിച്ചു നിർത്തേണ്ടത് ഉണ്ട്. ഇത് തന്നെയാണ് ഇതിന്റെ രത്നച്ചുരുക്കം. തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാനും ഓർമ്മിപ്പിക്കാനും. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. വിഷയം ഇഷ്ടമായി കഴിഞ്ഞാൽ തങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുവാനും ഓർമ്മിപ്പിക്കുക. നന്ദി, നമസ്കാരം.